നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ചിട്ട് ഭൂമിക്കും സൂര്യനിടയ്ക്കുള്ള ഒരു പോയിന്റ്, ലഗ്രാഞ്ചിയൻ പോയിന്റിലാണ് നമ്മൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. സൂര്യനിടയ്ക്കിടയ്ക്ക് വളരെ ശക്തമായിട്ട് പുറത്തേക്ക് പാർട്ടിക്കിളുകളെ ടൺ കണക്കിന് ഭൂമിയുടെ അത്രയും ഭാരമുള്ള അത്രയും വസ്തുക്കളെ പുറത്തേക്ക് എറിയും. ഏകദേശം 100 വേക്കൻസിക്ക് വേണ്ടി നടത്തുന്ന റിക്രൂട്ട്മെന്റ് പരീക്ഷയിൽ ISROയിൽ ഏകദേശം 1.5 ലക്ഷം ആളുകളാണ് ഇന്നും പരീക്ഷ എഴുതുന്നത്. ഈ പോകുന്നവരെല്ലാം ഒരിക്കലെങ്കിലും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഇന്ത്യയുടെ ഒരു എക്കോണമി ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇന്ത്യ ആയിരുന്നു ആദ്യത്തെ വിക്ഷേപണത്തിൽ തന്നെ വിജയകരമായിട്ട് ചൊവ്വയിലെത്തിയ രാജ്യം. ഇനിയിപ്പോൾ നമ്മൾ മംഗളയാൻ്റെ 2ാമത്തെ വിക്ഷേപണത്തിൻ്റെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അവിടെ പോയി ലാൻഡ് ചെയ്യാനാണ് ഇതിൻ്റെ ഉദ്ദേശം. എല്ലാ നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഭൂമി ഇരുന്നുകൊണ്ട് ഏകദേശം 5000-ഓളം അത്തരം ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 5000 ഗ്രഹങ്ങൾ ഏകദേശം 100ഓളം ഭൂമിയെപ്പോലെ ജലം, ലാവരൂപത്തിലുള്ളതും അന്തരീക്ഷമുള്ളതുമായ ഗ്രഹങ്ങളാണ്. അതായത് അനുകൂല സാഹചര്യങ്ങളുണ്ടായാൽ ജീവൻ ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു നാസയും ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, ഇസ്രോയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ടെക്നോളജിയിൽ വലിയ അന്തരമൊന്നുമില്ല. നാസയുടെ ഒരു വർഷത്തെ ബഡ്ജറ്റ് $50 ബില്യൺ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇത്തരം കമ്പനികൾ ഉണ്ടാക്കാനുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് ഇൻഡസ്ട്രിയിൽ ആളുകൾ സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത പ്രധാന തടസ്സം ഇത് വെച്ച് നമുക്ക് ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ റോക്കറ്റും ഉപഗ്രഹങ്ങളും ആർക്ക് വിൽക്കും? ഞാൻ സ്പേസിൽ വന്നപ്പോൾ നട്ട് ബോൾട്ടുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യായിരുന്നു. നമ്മൾ ഇന്ന് ഇൻഡസ്ട്രികളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യയിലാണ് എയറോസ്പേസ് ക്വാളിറ്റി ബോൾട്ടുകൾ അമേരിക്കയ്ക്ക് വേണ്ടി പോലും ഉണ്ടാക്കുന്നത്.